മുല്ലപ്പെരിയാർ ഡാം തുറക്കില്ല. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും കുറച്ചു. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, നേരത്തെ മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ തുറന്നേക്കുമെന്നുള്ള വാർത്തകളായിരുന്നു. എന്നാൽ ഇപ്പോൾ വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞതുകൊണ്ടാണോ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? ജിൽസി തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തമിഴ്നാട്ടിൽ ശക്തമായ മഴയായിരുന്നു. കേരള-തമിഴ്നാട് അതിർത്തി മേഖലയിലും മഴ ശക്തമായിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതും ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പരമാവധി സംഭരണശേഷി 142 അടിയാണ്. ആ 142 അടി വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാലാണ് സാധാരണ ഈ ഡാം തുറക്കാറുള്ളത്. എന്തായാലും 138.6 അടിയിലേക്ക് ഇപ്പോൾ ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. അതേസമയം ഡാമിലേക്കുള്ള നീരൊഴുക്ക് 2600 ഘനഅടിയാണ് സെക്കൻഡിൽ ഒഴുകിയെത്തുന്നത്. അത്തരത്തിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. 250 ഘനഅടി വെള്ളം മാത്രമാണ് തമിഴ്നാട് ടണൽ മാർഗം കൊണ്ടുപോകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ജലനിരപ്പ് ക്രമീകരിച്ച് നിർത്തുന്നതിൻ്റെ ഒരു ഭാഗമായാണ് ഈ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് മഴ കുറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിലും മഴ കുറഞ്ഞു, ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലും മഴ കുറഞ്ഞിരിക്കുകയാണ്. പെരിയാറിൽ രാവിലത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ 3 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. തേക്കടിയിലാണെങ്കിൽ 9 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വള്ളക്കടവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയാൽ ആദ്യം വെള്ളം എത്തിച്ചേരുന്നത് ഈ ഭാഗത്താണ്. ശരാശരി 10,000 ഘനഅടി വെള്ളം സെക്കൻഡിൽ ഒഴുകിയെത്തിയാൽ മാത്രമാണ് ഇവിടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയുള്ളൂ. എന്തായാലും പെരിയാറിലും വെള്ളം താരതമ്യേന കുറവാണ്, ജലനിരപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം നിലവിലില്ലായിരുന്നു. എന്തായാലും മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക കാലങ്ങളായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നും തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഒരു വശം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഡാം ഇന്ന് തുറക്കും, ഷട്ടറുകൾ ഉയർത്തുമെന്നുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ വന്നിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശങ്ക വേണ്ട, എങ്കിലും ജനങ്ങൾക്കൊരു ജാഗ്രത നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കേരളത്തിലും തമിഴ്നാട്ടിലും പൊതുവെ മഴയ്ക്ക് ശമനമുണ്ട്, തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ അധികൃതർ എത്തിച്ചേർന്നിരിക്കുന്നത്. ജിൽസി. ശരി, സിജോ വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകൾ തുറക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞത് കാരണം നിലവിൽ അതിനുള്ള സാഹചര്യമില്ല. തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവും കുറച്ചിട്ടുണ്ട്.